ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കടലക്കറിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കുന്നതാണ് ഇത്. അതിന് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് മസാലയൊന്നും ചേർക്കാതെയാണ് കടല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, 2-3 ഗ്രാമ്പൂ, ഒരു തക്കോലത്തിൻ്റെ ഒരു ഇതള് മാത്രം മതി. പൂ പോലിരിക്കുന്നതാണ് തക്കോലം. അതിൻ്റെ ഒരു ഇതള് മാത്രം എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 സവോള നീളത്തിലരിഞ്ഞത്, ഒരു 6-8 വെളുത്തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് ചേർക്കാൻ. ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. ഒരു തക്കാളി വേണം, അതും നീളത്തിലാണ് എടുത്തേക്കുന്നത്. നമ്മളിതെല്ലാം മിക്സിയിൽ അരയ്ക്കാനുള്ളതായതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാലയും കൂടെ ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി. അത്രയും നേരം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒത്തിരി ഒന്നും വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മളിതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമുക്കിതിനും തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മസാല തണുത്ത് വന്നിട്ടുണ്ട്. അതിനും മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ നിറമാകണ്ട, ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കറി നല്ലതായിട്ട് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. കടലയും ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. കടലയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം.
ടേസ്റ്റിയായ കടലക്കറി റെഡിയായി. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കടലക്കറി റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്